നമ്മൾ പഠിക്കാൻ പോകുന്നത് സർവനാമം അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സർവനാമം എന്താണെന്നും അതിൻ്റെ ഡെഫിനിഷനും എക്സാമ്പിൾസും നോക്കാം. അപ്പോൾ സർവനാം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് മീനിങ് പ്രൊനൗൺസ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം പ്രൊനൗൺസ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് നൗണിൻ്റെ മീനിങ്ങിനെ അല്ലെങ്കിൽ നൗണിൻ്റെ അർത്ഥത്തിനെ കുറച്ചുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ഐ, ഹി, ഷീ എന്നൊക്കെയാണ്. അപ്പോൾ അതേ ഉപയോഗം തന്നെയാണ് നമ്മൾ ഹിന്ദിയിൽ സർവനാമിൻ്റെയും. സർവനാമ് സംജ്ഞയുടെ അർത്ഥത്തെ പ്രകടിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് വരിക: संज्ञा के सामने उसके अर्थ को प्रकट करने के लिए जिन शब्दों का प्रयोग होता है उन्हें सर्वनाम कहते हैं. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം തു, തും, ആപ്പ് എന്നൊക്കെ എഴുതാം. അപ്പോൾ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സാമ്പിൾസൊക്കെ സർവനാമിന് എഴുതാവുന്നതാണ്. സർവനാമിന് നെക്സ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ 6 ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചാണ്. അപ്പോൾ സർവനാമിന് 6 ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വണ്ണ് പുരുഷവാചക് സർവനാമാണ്. രണ്ടാമത്തേത് നിശ്ചയവാചക് സർവനാം. തേർഡ് വൺ അനിശ്ചയവാചക് സർവനാം. ഫോർത്ത് വൺ സംബന്ധവാചക് സർവനാം. ഫിഫ്ത്ത് വൺ പ്രശ്നവാചക് സർവനാം. ആൻഡ് ലാസ്റ്റ് ആൻഡ് സിക്സ്ത് വൺ നിശ്ചയവാചക് സർവനാം. അപ്പോൾ ഈ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവനാമിനെ നമുക്ക് ഓരോന്നായിട്ട് അതിൻ്റെ ഡെഫിനിഷനും എക്സാമ്പിൾസും നോക്കാവുന്നതാണ്. അതിനു മുൻപേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു ഗ്രാമർ പോർഷനിൽ മെയിൻലി ക്വസ്റ്റ്യൻ ചോദിക്കുക ഇതിൻ്റെ ഡെഫിനിഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇപ്പോൾ സംജ്ഞ അല്ലെങ്കിൽ എന്തെങ്കിലും തന്നിട്ട് ഇത് ഇതിൻ്റെ അകത്തേക്ക് കൺവേർട്ട് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും പറയില്ല. ബേസിക്കലി നിങ്ങൾക്ക് ഈ ഒരു ഏതെങ്കിലും ഇപ്പോൾ സർവനാമായാലും ശരി, സംജ്ഞയായാലും ശരി, വിശേഷണമായാലും ശരി, എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ തരും, സർവനാം ക്യാ ഹെ അല്ലെങ്കിൽ ഉസ്കെ ഭേദ് ലിഖിയേ, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ യൂഷ്വലി വരാറുള്ളത്. അപ്പോൾ നമുക്കിനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവനാമ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുരുഷവാചക് സർവനാമാണ്. പുരുഷവാചക് സർവനാമിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: जिस सर्वनाम से बोलने वाले, सुनने वाले और जिस विषय में कहा जाए उसका बोध होता है उन्हें पुरुषवाचक സർവനാം कहते हैं. അതായത് ഏത് സർവനാമിലാണോ പറയുന്ന ആളെയും കേൾക്കുന്ന ആളെയും കൂടാതെ ഏത് വിഷയത്തിലാണോ നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചും അല്ലെങ്കിൽ അതിനെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ബോധം ഉണ്ടാക്കുന്നത് ആ ഒരു സർവനാമിനെയാണ് നമ്മൾ പുരുഷവാചക് സർവനാം എന്ന് പറയുന്നത്. പുരുഷവാചക് സർവനാമിനെയും 3 ടൈപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഉത്തം പുരുഷ്, രണ്ടാമത്തേത് മധ്യം പുരുഷ്, മൂന്നാമത്തേത് അന്യപുരുഷ്. ഈ 3 ടൈപ്സിൻ്റെ നിങ്ങൾക്ക് ഡെഫിനിഷൻ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ എക്സാമ്പിൾസ് മാത്രം എഴുതിയാൽ മതി. ഉത്തം പുരുഷിന് നമ്മൾ എക്സാമ്പിളായിട്ട് എഴുതുന്നത് മേ, ഹം, അതായത് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ, അതായത് നമ്മളെ തന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് മേ, ഹം, ഞാൻ, നമ്മൾ എന്നൊക്കെയാണ് ഉത്തം പുരുഷിൻ്റെ എക്സാമ്പിളായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. രണ്ടാമത്തേത് മധ്യം പുരുഷ്. മധ്യം പുരുഷ് എന്ന് പറയുമ്പോൾ 2 ആൾക്കാരുണ്ടാവും. അപ്പോൾ സെക്കൻഡ് പേഴ്സണിനെ കുറിച്ച് പറയുന്നതാണ്. തു, തും, ആപ്പ്, നീ അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ മധ്യം പുരുഷ് യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ അന്യപുരുഷ്. അന്യപുരുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരാളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിനെയാണ് അന്യപുരുഷ് എന്ന് പറയാം. അപ്പോൾ യഹ്, വഹ്, യേ, വേ, അതായത് അയാൾ, അത്, ഇത് എന്നൊക്കെ പറയുന്നതാണ് അന്യപുരുഷ്. നമ്മൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് സർവനാം നിശ്ചയവാചക് സർവനാമാണ്. നിശ്ചയവാചക് സർവനാമിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: निश्चयवाचक सर्वनाम वे हैं जिससे किसी वस्तु के निश्चय का बोध होता है. അതായത് ഏതൊരു വസ്തുവിൻ്റെയും നിശ്ചയം, ആ വസ്തു അവിടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ഒരു കേസിനെ ഡിനോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു കേസിനെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിശ്ചയവാചക് സർവനാം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് യഹ്, വഹ്, യേ, വേ എന്നിവയാണ്. അതായത് ഇത്, അത് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന ആ ഒരു വാക്കാണ്
യഹ് വഹ് എന്നൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു വസ്തു ഇവിടെ ഉണ്ട്, ആ ബുക്ക് അല്ലെങ്കിൽ ഈ പെൻസിൽ എന്നൊക്കെ പറയുമ്പോൾ അത് അവിടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്, അതിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത്. തേർഡ് ടൈപ്പ് ഓഫ് സർവനാം ഇതാണ് അനിശ്ചയവാചക സർവനാം. അപ്പോൾ നിശ്ചയവാചക സർവനാമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അനിശ്ചയവാചക സർവനാമിൻ്റെ ഡെഫിനിഷൻ വരിക. जिस सर्वनाम से किसी विशेष वस्तु का बोध ना हो उसे അനിശ്ചയവാചക സർവനാം कहते हैं. അതായത് ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ അതിൻ്റെ നിശ്ചയം അത് അവിടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ ആ സമയം നമ്മൾ യൂസ് ചെയ്യുന്ന സർവനാമാണ് അനിശ്ചയവാചക സർവനാം. ഇതിൻ്റെ ഉദാഹരണമായിട്ട് നമ്മൾ എഴുതുന്നത് കോയി, കുച്ച് എന്നൊക്കെയാണ്. അപ്പോൾ കുച്ച് ദിൻ പെഹലെ, അപ്പോൾ എത്ര ദിവസം മുന്നേ ആണെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് കുറച്ച് ദിവസം മുന്നേ, അതാണ് കുച്ച് ദിൻ പെഹലെ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ വസ്തു എത്ര ഉണ്ടെന്നോ എന്നോ അറിയാത്ത സമയം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അനിശ്ചയവാചക സർവനാം. ഫോർത്ത് ടൈപ്പ് ഓഫ് സർവനാം संबंधवाचक सर्वनाम. संबंधवाचक सर्वनाम वे हैं जो दो बातों का परस्पर संबंध व्यक्त करते हैं. അതായത് രണ്ട് വാക്കുകളുടെ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള സംബന്ധം, അതിന് തമ്മിലുള്ള ബന്ധം ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംബന്ധവാചക സർവനാം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണം ജോ, വഹ് തുടങ്ങിയവയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് സർവനാമാണ്. അത് പ്രശ്നവാചക സർവനാമാണ്. അതിൻ്റെ ഹെഡിങ് പോലെ തന്നെയാണ് ഇതിൻ്റെ ഉപയോഗവും വരുന്നത്. ജിസ് സർവനാം സെ പ്രശ്നോं का बोध होता है उसे പ്രശ്നവാചക സർവനാം कहते हैं. അതായത് ഏത് സർവനാമാണോ നമ്മൾ ക്വസ്റ്റ്യൻ ടൈപ്പായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നമ്മൾ ഒരാളോട് ചോദിക്കാൻ ഉപയോഗിക്കുന്നത്, അതിനെയാണ് നമ്മൾ പ്രശ്നവാചക സർവനാം എന്ന് പറയുന്നത്. പ്രശ്നം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ക്വസ്റ്റ്യൻ എന്നാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്കിതിൻ്റെ ഡെഫിനിഷനും ഓർത്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഉദാഹരണമായിട്ട് നമ്മൾക്ക് എഴുതാൻ പറ്റുന്നത് കോൺ, ക്യാ എന്നൊക്കെയാണ്. അതായത് ഹൂ, വാട്ട്, വൈ എന്നൊക്കെ വരും ഇംഗ്ലീഷിൽ. നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് സർവനാം निजवाचक सर्वनाമാണ്. जो अपने आप के लिए प्रयुक्त होता है उसे निजवाचक സർവനാം कहते हैं. ഇതാണ് നിജവാചക സർവനാമിൻ്റെ ഡെഫിനേഷൻ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളെ തന്നെ വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മളെക്കുറിച്ച് തന്നെ ചൂണ്ടിക്കാട്ടാൻ ഉപയോഗിക്കുന്ന സർവനാമിനെയാണ് നമ്മൾ നിജവാചക സർവനാം എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമായിട്ട് എഴുതാൻ പറ്റുന്ന വഹ് അപ്നെ ഘർ മേ ഗയ. ഈ ഒരു സെൻറ്റൻസിൽ അപ്നെ എന്ന വാക്കാണ് നിജവാചക സർവനാമിൻ്റെ ഉദാഹരണം. അപ്പോൾ വഹ് അപ്നെ ഘർ ഗയ, അവൻ അവൻ്റെ വീട്ടിൽ പോയി അല്ലെങ്കിൽ അവൾ അവളുടെ വീട്ടിൽ പോയി. നമ്മൾ പൊതുവെ പറയാം അവൻ വീട്ടിൽ പോയി എന്ന സെൻറ്റൻസിൽ നിജവാചക സർവനാമില്ല. പക്ഷേ അതേസമയം നമ്മൾ അവൻ്റെ വീട്ടിൽ പോയി എന്ന് പറയുന്ന ടൈമിൽ അവൻ്റെ എന്ന ആ ഒരു വാക്കാണ് നിജവാചക സർവനാമിൻ്റെ ഉദാഹരണം. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ തന്നെ കാര്യം അല്ലെങ്കിൽ ആ വ്യക്തിയെ പറ്റിയിട്ട് തന്നെ ഒന്നുകൂടി ചൂണ്ടിക്കാട്ടുക, കുറച്ചും കൂടി അയാളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ആ ഒരു ടൈപ്പിൽ വരുന്ന സർവനാമിനെയാണ് നമ്മൾ നിജവാചക സർവനാം എന്ന് പറയുന്നത്. So if you enjoyed this video, click the like button and don't forget to subscribe my channel.